ഗൈസ് അങ്ങനെ കങ്കോ സിനിമ കണ്ടിട്ടിറങ്ങിയാണ്. എല്ലാരും പറയുന്നത്ര അങ്ങനെ ബോറൊന്നുമല്ല സിനിമ. കൊള്ളാം, കണ്ടിരിക്കാനൊക്കെ പറ്റിയ സിനിമയാണ്. പിന്നെ എനിക്കൊന്ന് സെക്കൻഡ് പാർട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ചില രംഗങ്ങളൊക്കെ ഇങ്ങനെ യോജിച്ചു പോകത്തില്ല. ഇങ്ങനെ പല പല ഓരോ സീൻസ് എടുത്ത് കിടക്കുന്നതൊക്കെ എനിക്ക് തോന്നിയത് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. അതുകൊണ്ടായിരിക്കാം സെക്കൻഡ് പാർട്ട് വരുമ്പോ അറിയാൻ ബാക്കി എന്താന്നുള്ളത്. പക്ഷെ ബോറായിട്ടൊന്നും ആൾക്കാർ പറഞ്ഞത്ര ബോറായിട്ട് എനിക്കും ഫീൽ ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിനകത്തൊക്കെ ചെറിയ വളിപ്പൊക്കെ ഉണ്ട്. അത് ഈ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവര് കടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ആവശ്യമില്ലാതെ കുറെ വട്ടം ഈ ബീജിയം എടുത്ത് ഒരേ ബീജിയം തന്നെ ഇങ്ങനെ തുടക്കം തൊട്ട് അവസാനം വെച്ച് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു മടിപ്പ് തോന്നും, സെയിം ബീജിയമായിട്ട്. അല്ലാതെ കണ്ടോണ്ടിരിക്കാനൊക്കെ നല്ലൊരു പടം തന്നെ. അത്രയ്ക്ക് വേസ്റ്റ് കാര്യങ്ങളും അങ്ങനൊന്നുമില്ല. എല്ലാരും പറയുന്നത്രയും അങ്ങനെ. ചിലപ്പോ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കണക്ട് ആവുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, സെക്കൻഡ് പാർട്ടിന് എന്തുവരിക്കും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും നമുക്കൊന്നും മനസ്സിലാവാത്തത്. എന്ന് വെച്ചാ അവസാനമൊക്കെ കിടന്ന് കാണിക്കുന്ന കുറെ കാര്യങ്ങൾ. പക്ഷെ പടം ഇങ്ങനെ ഒരു കഥ പോലെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അത്ര പുറമൊന്നുമില്ല, പറഞ്ഞത്ര ചിലപ്പം ആൾക്കാർ പ്രതീക്ഷിച്ച അത്ര ആയിരിക്കും. ഭയങ്കര ഹൈപ്പ് കൊടുത്തോണ്ട്. അത് പിന്നെ മെയിൻ ആയിട്ട് എല്ലാരും കൂടെ കിടന്ന് അങ്ങനെ നെഗറ്റീവ് അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു സിനിമയെ കൊല്ലുന്ന രീതിയിൽ അങ്ങ് ആക്കി വെച്ച് ഒരു സിനിമ. അതേ കണക്കൊന്നും അത്ര എക്സ്ട്രീം ആയിട്ട് അങ്ങ് ഇത്രയും രീതിയിൽ അവർ എടുത്തിട്ട് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഭയങ്കര ഹൈപ്പ് കാണിച്ച സിനിമ. അത്രയും ഹൈപ്പ് കാണിച്ചിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർക്ക് നമ്മളിപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ പോയി ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഭയങ്കര ബ്രഹ്മാണ്ടമായിരിക്കും നമ്മൾ വിചാരിക്കും, പകുതി മുക്കാലും ആ ഒരു രീതിയായിരിക്കും വിചാരിക്കും. പക്ഷെ പടത്തിന്റെ അതാണ്. അത്രേ ഉള്ളൂ. കാണാം, വേണ്ടാത്തവർക്ക് വേണ്ട. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.